നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ശരിക്കും ഒരു സൗത്ത് ഇന്ത്യൻ മെത്തേഡിലാണ്. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഒരു 10 പീസ് ചെറുള്ളി, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, സാദാ ജീരകം 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, അതിലേക്ക് ഒരു വെളുത്തുള്ളി, ഉണക്കമുളകാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 4 പീസ് ഉണക്കമുളക് കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒരു അത്യാവശ്യം നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 250 ഗ്രാമോളം ചിക്കൻ ഒട്ടും വെള്ളമില്ലാതെ എടുത്ത് അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള അടിച്ചു വെച്ചിട്ടുള്ള മസാലയും 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ജസ്റ്റ് ചേർത്തു. ജീരകത്തിൻ്റെ പൊടി 1/4 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണോളം തൈര്, 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിന്. ഇത് 1-2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചിക്കനിലേക്ക് മസാല പിടിക്കും. അല്പം വെജിറ്റബിൾ ഓയിൽ, നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്നത് അതേ ഓയിൽ മാത്രമാണ് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ ഓയിലാകെ നുരഞ്ഞ് പൊന്തിപ്പോവും. അതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ഗാർണിഷിന് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മളിതിൽ ഒട്ടും പുളിയില്ലാത്ത കട്ടയുള്ള തൈര് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ശരിക്കും സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. അപ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുളി കൂടി എടുത്തിട്ട് അതിന് ഫൈനൽ ചെയ്തിട്ട് ഫിനിഷ് ആയതിനു ശേഷം നാരങ്ങ നീരൊഴിച്ച് കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു 10 മിനിറ്റ് തന്നെ നല്ല രീതിയിൽ ചിക്കൻ ഫ്രൈ ആയിട്ട് വരും. നമ്മളിപ്പോൾ ഇതിൽ അധികം ഓയിൽ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ചിക്കൻ ഒന്ന് മുങ്ങി വരാവുന്ന രീതിയിൽ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്കിതൊക്കെ പിന്നീട് ഈ ഓയിൽ പെട്ടെന്ന് വേസ്റ്റ് ആവാത്ത രീതിയിൽ വളരെ കളർ മാറാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ലത്. ഇപ്പോൾ ഒരുപാട് ഓയിൽ വെച്ച് ഫ്രൈ ചെയ്യാതെ നമ്മൾക്ക് വീട്ടിലൊക്കെ മീൻ വറുക്കുന്ന പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ചെറിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മസാല പിടിക്കാനും വളരെ പെട്ടെന്ന് ഫ്രൈ ആവാനും ഏറ്റവും നല്ലത് വളരെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് 65 പോലെ തന്നെ ഉപയോഗിക്കാനും പെട്ടെന്ന് തന്നെ ഫ്രൈ ആവാനും നല്ല എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ ഓയിൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്താലും മതി. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു ഗ്രീനായിട്ടുള്ള കളർ ഒട്ടും മാറാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോൺലെസ് പീസല്ല, ഫുള്ള് ബോണുള്ള പീസാണ്. അപ്പോൾ അത് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല പെരിഞ്ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് വരുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.